السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا وآل كل والصحابة أجمعين. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വിശുദ്ധ റമദാനിൻ്റെ വളരെ മഹത്വമുള്ള നിരവധി സ്വഹാബികളും മഹത്തുക്കളായ മഹാപണ്ഡിതന്മാരും സൂഫിയാക്കളും ഔലിയാക്കളും അനുഭവ യാഥാർത്ഥ്യത്തിലൂടെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ, ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള 27-ാം രാവിനെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ആ മഹത്തായ രാവിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അള്ളാഹു ലൈലത്തുൽ ഖദർ പ്രാപിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ആ മഹത്തുക്കളുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 27-ാം രാവിൽ ലൈലത്തുൽ ഖദർ നിർബന്ധമായും പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പോലുള്ള നിരവധി മഹത്തുക്കളെ നമുക്ക് കാണാം. മഹാനവർകൾ വളരെ തെളിവ് സഹിതം ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നുണ്ട് ലൈലത്തുൽ ഖദർ 27-ാം രാവിലാണെന്ന്. അതിന് നിരവധി തെളിവുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ലൈലത്തുൽ ഖദർ എന്ന ആ രാത്രിയെക്കുറിച്ച് പറയുന്ന 3 സ്ഥലം അതിൽ കാണാം. അതിൽ 9 അക്ഷരങ്ങളാണ് ലൈലത്തുൽ ഖദറിലുള്ളത്. 3 9 27 എന്ന് മഹാനവറുകൾ കണക്കുകൂട്ടി പറയുന്നുണ്ട്. ഹിയ ഹത്താമത്തുൽ ഫജ്ർ, ലൈലത്തുൽ ഖദർ എന്ന് കുറിക്കുന്ന വാക്ക് 27-ാമത്തെ വാക്കാണ്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ 27-നാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് തെളിവുകൾ മഹാനവറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അതേ അഭിപ്രായം തന്നെയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അടക്കമുള്ള, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അടക്കമുള്ള, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അടക്കമുള്ള നിരവധി മല പോലുള്ള പാണ്ഡിത്യത്തിൻ്റെ നിറകുടങ്ങളായ സ്വഹാബത്തുൽ കിറാം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. കൂടുതൽ അതിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യമില്ല. പൂർവ്വകാലം മുതൽ തന്നെ മഹത്തുക്കൾ 27-ാം രാവിന് വലിയ മഹത്വം കൽപ്പിക്കുകയും അന്ന് ലൈലത്തുൽ ഖദർ ആവാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്, അറഅയ്ത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദരി ബിമ അദ്ഉ, ലൈലത്തുൽ ഖദറിനോട് ഞാൻ യോജിച്ചു വന്നാൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് നബിയേ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുലി അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഈ ദിക്ർ നീ കൂടുതൽ ചൊല്ലിക്കൊള്ളുക എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സുകൃതങ്ങൾ ഇത്തരം രാത്രിയിൽ നമുക്ക് ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ശാരീരിക ആരാധനകൾ വെച്ച് അഫ്ദലുൽ ഇബാദത്തുൽ ബദനിയത്തി അസ്വലാ, ശാരീരിക ആരാധനകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന നിസ്കാരമാണ്. ലൈലത്തുൽ ഖദറിൽ ഒരുപാട് സുന്നത്ത് നിസ്കരിക്കാൻ, ഫർളുകൾ ഖളാ ആയിട്ടുണ്ടെങ്കിൽ അത് ഖളാ വീട്ടാൻ, അതുപോലെ തന്നെ തഹജ്ജുദ് അടക്കമുള്ള നിസ്കാരം പാതിരാവിൽ നിസ്കരിക്കാൻ, അതുപോലെ തസ്ബീഹ് നിസ്കാരം, മറ്റ് തറാവീഹ് വിത്ർ പോലുള്ളത് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ നാം ശ്രദ്ധിക്കുക. ഒരുപാട് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുന്നവരായിരുന്നു മഹത്തുക്കളെല്ലാം. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ CM വലിയുല്ലാഹി മഹാനവറുകളെക്കുറിച്ച് നാം കേൾക്കാറുണ്ടല്ലോ. രാത്രി സമയത്ത് വെറും ഒരു 5 മിനിറ്റ് മാത്രം ഉറങ്ങി തഹജ്ജുദ് നിസ്കരിക്കാനുള്ള കാരണം അതിനു വേണ്ടി മാത്രം 5 മിനിറ്റ് ഉറങ്ങി
ആയിരക്കണക്കിന് റക്അത്തുകൾ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഇങ്ങനെയുള്ള മഹത്തുക്കൾ നമുക്ക് കാണിച്ചു തന്ന്. അതുപോലെ നമുക്ക് കഴിയില്ലെങ്കിലും നാം കുറേ നിസ്കരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. ആ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രാർത്ഥനകൾ കൂടി നാം ഉൾപ്പെടുത്തുക. നിസ്കാരവും പ്രാർത്ഥനയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദുആഹു ഹുവൽ ഇബാദ, പ്രാർത്ഥന ആരാധനയാണെന്ന് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ നിസ്കാരവും പ്രാർത്ഥനയും രണ്ടും കൂടി കൂടുമ്പോൾ വലിയ പ്രതിഫലമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ നിസ്കരിച്ച് നാം പരിക്ഷീണിതരായി കഴിഞ്ഞാൽ പിന്നീട് ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ഏതാണെന്ന് മഹാനവറുകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാം. നിസ്കാരം ഒന്നാമതായി എണ്ണുന്നു. ആ നിസ്കാരത്തിൽ തന്നെ പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്തുമ്പോൾ അത് വലിയ മഹത്വമുള്ളതായിത്തീരുന്നു. നമുക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും സുജൂദിൽ ദീർഘനേരം സുജൂദിൽ കിടക്കും. സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ സുജൂദിൽ നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷേ മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റൂല, അറബിയിലേ പറ്റൂ. അപ്പോൾ അത് അറിയുന്ന രീതിയിൽ നല്ല വലിയ കൂടുതൽ അർത്ഥമുള്ള പ്രാർത്ഥനകൾ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ തുടങ്ങിയ വലിയ അർത്ഥമുള്ള പ്രാർത്ഥനകൾ അറിയാത്തവർ ആരും ഉണ്ടായിരിക്കുകയില്ല. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഖൈറദ് ദുനിയ വ ഖൈറൽ ആഖിറ വസ്രിഫ് അന്നാ ശർറദ് ദുനിയ വ ശർറൽ ആഖിറ. ദുനിയാവിലുള്ള എല്ലാ ഖൈറാത്തിനെയും നാം ചോദിക്കുന്ന പ്രാർത്ഥന, ഇതുപോലുള്ള പ്രാർത്ഥനകളൊക്കെ നാം നിസ്കാരത്തിൽ അറബിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഖുർആനിൽ വന്ന പ്രാർത്ഥനകളും നമുക്കറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാം. അതിൻ്റെ പുറമെ പിന്നെ നമുക്ക് രണ്ടാമതായി ചെയ്യുന്നത് ഖുർആൻ പാരായണമാണ്. ഖുർആൻ പാരായണത്തിൽ പലപ്പോഴും ഖത്മ് തീർക്കാനൊന്നും നമുക്ക് കഴിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലെ തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഖുർആനിലോ തന്നെ ഫാത്തിഹയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു അധ്യായം ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയതൊരു 40 ഫാത്തിഹെങ്കിലും നമുക്ക് ഓതാൻ കഴിയണം. പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് അത് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി നമുക്ക് കഴിയുമെങ്കിൽ 100 തവണ തന്നെ ചെല്ലാൻ നാം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് നമുക്കറിയാം ആമനർ റസൂൽ, അതും നാം കൂടുതൽ പാരായണം ചെയ്യുക. പിന്നീട് സൂറത്തുൽ കൗസറിന് വലിയ മഹത്വമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വലിയ അനുഗ്രഹം വർഷിച്ചിട്ടുള്ള കാര്യങ്ങൾ സൂറത്തുൽ കൗസറിൽ നമുക്ക് കാണാം. അത് 100 തവണ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ആ പ്രാർത്ഥന തട്ടുകയില്ല, ഇജാബത്ത് ലഭിക്കുമെന്ന് മഹത്തുക്കളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. ആ സൂറത്തുൽ കൗസർ നാം പാരായണം ചെയ്യുക. പിന്നീട് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന സൂറത്ത് നിസ്ഫുൽ ഖുർആനാണ്. ഖുർആനിന്റെ പകുതിയോട് തുല്യമായതാണല്ലോ. ആ നിസ്ഫുൽ ഖുർആനാകുന്ന ഇദാ സുൽസില നമുക്ക് 100 പ്രാവശ്യം ഈ രാവിൽ നമ്മൾ പാരായണം ചെയ്താൽ വലിയ പ്രതിഫലമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂന റുബുൽ ഖുർആൻ എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഖുർആനിന്റെ 1/4 മഹത്വമുള്ളതാണ്. 4 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ ഖത്മിന്റെ കൂലി കിട്ടുമെന്നാണ്. പക്ഷേ ഖത്ം ഓതുന്നതിന് പകരം കാഫിറൂനെ 4 പ്രാവശ്യം ഓതിയാൽ പോരാതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഏതായിരുന്നാലും റുബുൽ ഖുർആനിന്റെ സ്ഥാനത്താണ് കാഫിറൂന സൂറത്ത്. അതുകൊണ്ട് അതും നാം കൂടുതൽ പാരായണം ചെയ്യുക. പിന്നീട് ഇഖ്ലാസ് സൂറത്തിനെ പറ്റി പറയേണ്ടതില്ലല്ലോ. സുലുസുൽ ഖുർആൻ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഖുർആന്റെ 1/3 ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അള്ളാഹുവിൻ്റെ തൗഹീദിനെ അത് വളരെ വ്യക്തമായി തന്നെ അള്ളാഹുവിൻ്റെ തൗഹീദിനെ കുറിച്ച് വ്യക്തമാക്കുന്ന സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത്. ആ സൂറത്ത് നാം കൂടുതൽ പാരായണം ചെയ്യുക. പിന്നീടൊന്നുള്ളത് ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയം. സൂറത്തു യാസീൻ, യാസീൻ സൂറത്ത് അത് ഖൽബുൽ ഖുർആനാണല്ലോ.
ഇത് നാം കൂടുതൽ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഖുർആൻ കൂടുതൽ ഇങ്ങനെ പാരായണം ചെയ്ത് നമുക്ക് മടുപ്പ് വരുമ്പോൾ പിന്നീട് നമ്മൾ ദിക്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നേരത്തെ പറഞ്ഞ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, ഈ ദിക്ർ നമുക്ക് ചൊല്ലാം. അതുപോലെ തന്നെ നമുക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ർ വളരെ മഹത്വമുള്ളതാണ്. അല്ലാഹുവിലേക്ക് നാം ഖേദിച്ച് മടങ്ങുന്ന ദിക്ർ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ കാണാം, ഞാൻ ഒരു ദിവസം 70 തവണ അല്ലെങ്കിൽ 100 തവണ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട് എന്ന്. അപ്പോൾ ആ ഇസ്തിഗ്ഫാർ കൂടുതൽ നാം വർദ്ധിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള വളരെ മഹത്വമായ ദിക്റാണ്. ആ ദിക്റും കൂടുതൽ നാം പാരായണം ചെയ്യുക. പിന്നീട് സമയത്തിനനുസരിച്ച് 1000 സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ എല്ലാം. അവിടുത്തെ ശഫാഅത്താണ് നമുക്ക് ലഭിക്കേണ്ടത്. ആ ഹബീബിനെ തവസ്സുലാക്കി അവിടുത്തെ സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് ചോദിച്ചാൽ റബ്ബ് ഒരിക്കലും തട്ടുകയില്ല. അതുകൊണ്ട് കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ നാം സമയം കണ്ടെത്തുക. ഹബീബിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ ഖൈറാത്തുകളും ഹസനാത്തുകളും വർദ്ധിപ്പിക്കാൻ നമുക്ക് അല്ലാഹു തആല അനുഗ്രഹം വർഷിക്കട്ടെ. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മാലാഖമാർ ഇറങ്ങി വന്നു. ഖദർ എന്ന് പറഞ്ഞാൽ തന്നെ തിങ്ങി നിറയുന്നത് എന്നൊരർത്ഥമുണ്ട്. ലോകത്ത് മുഴുവനും മലക്കുകളെ കൊണ്ട് തിങ്ങി നിറയുന്നു ഖദറിന്റെ രാത്രിയിൽ. എല്ലാ മുഅ്മിനീങ്ങളുടെ വീട്ടിലും ലൈലത്തുൽ ഖദറിനെ ഹയാത്താക്കിയിട്ടുള്ള വിശ്വാസികളുടെ വീട്ടിലും അവർ കയറി വന്നു, ആശീർവാദം പറയുന്നു, സലാം പറയുന്നു. അല്ലാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആ മലക്കുകളുടെ ആശീർവാദത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മോട് ബന്ധപ്പെട്ടവരെ, നാം സ്നേഹിക്കുന്നവരെ, നമ്മെ സ്നേഹിക്കുന്നവരെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിഹിരിക്കുന്ന സമയത്ത് അതിൽ നമ്മളും ഉൾപ്പെടണം. അതിനു വേണ്ടി നാം വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മുദ്മിനുൽ ഹംർ, കള്ളുകുടിയന് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ഒരിക്കലും കിട്ടില്ല. രണ്ടാമത്തെ കുടുംബ ബന്ധം മുറിച്ചവന് ഒരിക്കലും കിട്ടില്ല. മാതാപിതാക്കളെ വെറുപ്പിച്ചവന് ഒരിക്കലും കിട്ടില്ല. മറ്റുള്ളവരോട് പകയും വിദ്വേഷവും വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, ളാലിമീങ്ങളായ ആളുകൾക്കും ലൈലത്തുൽ ഖദറിന്റെ മഹത്വം കിട്ടില്ലെന്ന് മഹത്തുക്കൾ ഓർമ്മപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ലൈലത്തുൽ ഖദറിന്റെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്രി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ 83.4 വർഷം എന്ന് പറഞ്ഞാൽ 83 വർഷവും 4 മാസവും നമ്മൾ നിരന്തരം ഇബാദത്ത് ചെയ്ത അതേ കൂലി ഒരു രാത്രി കൊണ്ട് നമുക്ക് കിട്ടുകയാണ്. മുഅ്മിനീങ്ങളെ ഉപയോഗപ്പെടുത്തുക. ആ ദിവസത്തിൽ എല്ലാ വിഷയങ്ങളും കണക്കാക്കുന്നത് ആ ദിവസത്തിലാണ്. നമുക്കറിയാം, ബറാഅത്ത് രാവിൽ കണക്കാക്കിയത്. മലക്കുകൾ അത് ഏറ്റെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണത്. ആ രാത്രിയിൽ നമ്മുടെ ഭക്ഷണം, ആയുസ്സും മറ്റെല്ലാ വിഷയം എത്രത്തോളം മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരാൾ ഹജ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹബീബിൻ്റെ സമീപത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ അത് അവൻ്റെയും അവൻ്റെ പിതാവിൻ്റെയും പേരടക്കം മലക്കുകളിലേക്ക് നൽകപ്പെടുന്നത് ആ സമയത്താണ്. അത്രയും മഹത്തായ രാത്രി, എല്ലാം കണക്കാക്കപ്പെടുന്ന രാത്രിയാണ്. അള്ളാഹു ആ രാത്രിയിലെല്ലാം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട്, റബ്ബിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും സ്വായത്തമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. മഹാന്മാരായ ഒരുപാട് ആളുകൾ ലൈലത്തുൽ ഖദർ നേരിട്ട് കണ്ടവരെ നമുക്ക് ഗ്രന്ഥങ്ങളിൽ വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു 3 പ്രാവശ്യം വ്യക്തമായി ലൈലത്തുൽ ഖദർ മനസ്സിലാക്കി. അത് 3ഉം 27-ാം രാവിലായിരുന്നെന്ന് മഹാനവറുകളെ പറ്റി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് മഹത്തുക്കളെ നമുക്ക് കാണാം. അബുൽ ഹസൻ ശാദുരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ 27-ാം രാവിലെ ലൈലത്തുൽ ഖദർ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, തുടക്കം ചൊവ്വാഴ്ച ദിവസമാണെങ്കിൽ, മാസത്തിന്റെ തുടക്കം ചൊവ്വാഴ്ചയാണെങ്കിൽ
27-നെ ലൈലത്തുൽ ഖദ്ർ വരൂ എന്ന് മഹാനവർകൾ, വലിയ ഔലിയാക്കളുടെ നേതാവാണല്ലോ, മഹാനവർകൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും ഈ 27-ാം രാവ് നമുക്ക് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ എല്ലാ നിലക്കും യോഗ്യതയുള്ള രാത്രിയാണ്. അതുകൊണ്ട് നാം ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇശാ മഗ്രിബ് ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അവന് ലൈലത്തുൽ ഖദ്ർ കിട്ടുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ഇശാഉം സുബിഹിം ഒരാൾ ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം അവൻ കൈവരിച്ചു. ലൈലത്തുൽ ഖദ്റിന്റെ ആ ചന്ദ്രന്റെ ശോഭ നമുക്കറിയാം, പൗർണമി ദിവസത്തിലെ ശോഭ പോലെയായിരിക്കും. നക്ഷത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിമാറുന്നത് നമുക്കന്ന് കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെ പ്രഭാതത്തിൽ മങ്ങിയ സൂര്യനെ കാണാം. നായകളും കഴുതുകളും എല്ലാം അപശബ്ദം, അത് കൂടുതൽ കേൾക്കാൻ നമുക്ക് കഴിയില്ല. ഒറ്റയായിട്ടുള്ള അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കാന്നല്ല, സാധാരണ എല്ലാ രാത്രിയിലും ഉണ്ടാവുന്ന പോലെയുള്ള കൂടുതൽ അപശബ്ദങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കടലിലെ ഉപ്പുവെള്ളത്തിന് ശക്തി കുറയുന്നതാണ്. ഇതുപോലെ ഒരുപാട് തെളിവുകൾ കാണാം. അല്ലാഹു ആ ലൈലത്തുൽ ഖദ്റിന്റെ പൂർണ്ണമായ എല്ലാ നന്മകളും സ്വായത്തമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനി നമുക്ക് ഒരുപാട് ദിക്റുകളും ദുആകളും അതിലേക്ക് പ്രവേശിക്കാം. ആ രാത്രിയിൽ സാധാരണ നമ്മൾ ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഈ ദിക്റുകളും അതുപോലെ തന്നെ സാധാരണ നമ്മൾ ചെല്ലാറുള്ള അല്ലാഹുമ്മ അംദുദ് ലനാ ഫി അഅ്മാരിനാ എന്നുള്ള പ്രാർത്ഥനയും അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ മാ കസബത് എന്ന പ്രാർത്ഥനയടക്കം എല്ലാ പ്രാർത്ഥനകളും നാം കൊണ്ടുവരുന്നതിന് പുറമെ ലൈലത്തുൽ ഖദ്റിന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രത്യേകമായ സൂറത്തുകളും ആയത്തുകളും അതുപോലെ തന്നെ ദിക്റുകളൊക്കെ പ്രത്യേകമായി കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഇസ്തിഗ്ഫാർ കൂടുതൽ ചൊല്ലുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കതെല്ലാം കൂട്ടമായി ഒന്നിച്ച് ഒരുപാട് ചൊല്ലിക്കൊണ്ട് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാവട്ടെ. ലൈലത്തുൽ ഖദ്റിന്റെ സർവ്വ മഹത്തുകളും എല്ലാം കൈവരിക്കുന്ന മഹത്വമുള്ളവരിൽ അല്ലാഹു മഹാന്മാരുടെ മഹതികളുടെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹുവിൻ്റെ വിശുദ്ധരായ മാലാഖമാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഖദ്റിന്റെ രാത്രിയിൽ റൂഹ് എന്ന് പറഞ്ഞത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണെന്നും നമ്മുടെ മരണപ്പെട്ടവരുടെ ആത്മാക്കളാണെന്നും പറയപ്പെടുന്നുണ്ട്. ആത്മാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ നൽകാനും നമുക്ക് കഴിയണം. അതിനുവേണ്ടി വല്ലതും നാം ഹദിയ ചെയ്യുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി നാം ചൊല്ലേണ്ട പ്രത്യേക സൂറത്തുകൾ, അദ്കാറുകൾ, ദുആകൾ എല്ലാം നമുക്ക് ഒരുമിച്ചിരുന്ന് നമുക്ക് ചൊല്ലാം. അതെല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അതും കൂടെ കണ്ടിട്ട് ഇന്നത്തെ രാത്രി ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകമായ രാത്രിയിൽ നമുക്കെല്ലാം എല്ലാ അദ്കാറുകളും ഒരുമിച്ചിരുന്ന് ചൊല്ലി ഈ രാത്രി നമുക്ക് ധന്യമാക്കണം. അല്ലാഹു തആല നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.